ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ശരത് എന്ന് പറയുന്ന മകൻ നന്നാവുക എന്നുള്ളത്. എന്തായാലും അച്ഛൻ്റെ മരണം വേണ്ടി വന്നു ആ മകന് നല്ലൊരു മകനാകാനായിട്ട്. ജീവിച്ചിരുന്ന സമയത്ത് അച്ഛന് നല്ലൊരു മകനാകാൻ കഴിയാത്ത അവൻ അച്ഛൻ്റെ മരണശേഷം അച്ഛൻ ആഗ്രഹിച്ചതുപോലൊരു മകനാകാൻ ശ്രമിക്കുമെന്നും അതിന് തന്നാൽ കഴിയുന്നതെല്ലാം താൻ ചെയ്യുമെന്നും ചേച്ചിക്കും അതുപോലെ അമ്മയ്ക്കും അനുജത്തിക്കും അതുപോലെ ആ ഒരു മാമനും ഒക്കെ ഇങ്ങനെ വാക്ക് കൊടുക്കുക. അപ്പോൾ എത്രയൊക്കെ താൻ തിരുത്താൻ ശ്രമിച്ചാലും താൻ ചെയ്തു പോയ തെറ്റിനിതൊന്നും പ്രായശ്ചിത്തമാവില്ലെന്ന് തനിക്ക് അറിയാമെന്നും ആ മകൻ ഇങ്ങനെ അച്ഛൻ്റെ ആ ഒരു ചിതാഭസ്മത്തിന് മുന്നിൽ നിന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം അച്ഛൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി അങ്ങനെ ആ ഒരു അധ്യായം ശരിക്കും പറഞ്ഞാൽ അടഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രന് എന്തെങ്കിലും സഹായം ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടാകുന്നത്. അതിന് ഭാര്യയും സുധി എന്ന് പറയുന്ന മകനും തടസ്സമാണെങ്കിലും സച്ചി മാത്രമാണ് അതിനൊരു തടസ്സമല്ലാതെ അച്ഛന് സപ്പോർട്ടായിട്ട് നിന്നത്. താൻ ചെയ്ത തെറ്റിന് തന്നാൽ കഴിയുന്ന രീതിയിൽ ആ കുടുംബത്തിനോടുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞ് അദ്ദേഹം മകനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ തീരുമാനമെടുത്തത് 100% ശരിയാണെന്നും അച്ഛൻ്റെ തീരുമാനമാണ് ശരിയെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ മകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ച് നമ്മുടെ രവീന്ദ്രൻ രാവിലെ തന്നെ പുറപ്പെടുക. അപ്പോൾ പുറപ്പെടാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്നും അവരെ കണ്ട് അവരെ സഹായിക്കാനാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യ അറ്റുകുത്തി പ്രാഗിയാണ് ആ മനുഷ്യനെ വിടുന്നത്. അത്രത്തോളം വളരെ മര്യാദ കെട്ട രീതിയിൽ അവരിങ്ങനെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരുപാട് മുറിവേൽപ്പിച്ചാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അദ്ദേഹം ആ വീടിൻ്റെ പടിയിൽ നിന്ന് ഇറങ്ങി അന്വേഷിച്ചങ്ങ് എത്താനായിട്ട് ശ്രമിക്കുന്നു. കാരണം ഇത് ആരാണെന്നോ അല്ലെങ്കിൽ അവരുടെ വീട് എവിടെയാണ് ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു അറിഞ്ഞും കേട്ടും പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചതും. അങ്ങനെ അദ്ദേഹം പോയി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ കൃത്യമായി ചെന്നുപെട്ടത് ആ പലിശക്കാരൻ്റെ മുന്നിലാണ്. അയാളുടെ മുന്നിൽ ചെന്ന് അയാളോട് ഈ ഒരു വീടും അതുപോലെ തന്നെ വീട്ടിലെ ആൾക്കാരെ പറ്റിയൊക്കെ ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആരാണ് നിങ്ങളെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു. ഈ രവീന്ദ്രനോട് ചോദിച്ചു. അപ്പോൾ ആരുമല്ല, ഇങ്ങനെ അവരിന്ന് കാണാനായിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അവരെ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അവരെ അറിയാവോന്നോ, എന്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇയാളുള്ള ഭൂമി ചരിത്രം മുഴുവൻ അങ്ങ് പറഞ്ഞു കൊടുത്തു. അതായത് ഇവർ കാശ് മേടിച്ചതും അതുപോലെ തന്നെ പലിശ കൊടുക്കാത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തി മരിച്ചു പോയില്ലേ, ആ വ്യക്തി മരിച്ചു പോയ സ്ഥിതിക്ക് നിങ്ങൾക്കിനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും കാശ് മേടിച്ചത് അയാളാണെങ്കിലും അത് തിരിച്ചു തന്നോളാം എന്നുള്ള പേപ്പറിൽ ഒപ്പിട്ടിരിക്കുന്നത് അയാളുടെ മോളാണെന്നും ആ പേപ്പറിൽ ഒപ്പിട്ട് തന്നിരിക്കുന്നത് അവളാണെന്നും അവൾ ആ പേപ്പറിൽ ഒപ്പിട്ട് തരാത്ത നിമിഷം അവളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക. അപ്പോഴേക്കും ഈ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണെന്നും ആ പുള്ളിക്കാരൻ മരിച്ചതോടുകൂടി ആ കുടുംബം വളരെ തകർന്നു നിൽക്കുകയായിരിക്കും, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരോട് ഇങ്ങനത്തെ ക്രൂരതയൊന്നും കാണിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സ് എങ്ങനെയാണോ അല്ലെങ്കിൽ അവരോട് എന്ത് ക്രൂരത കാണിച്ചെന്ന് പറഞ്ഞാലും എനിക്കതൊന്നും പ്രശ്നമല്ല, എനിക്ക് എൻ്റെ കാര്യമാണ് പ്രധാനം, എനിക്ക് എൻ്റെ പൈസയാണ് കിട്ടേണ്ടത്, ആ പെണ്ണുണ്ടല്ലോ അവൾക്കാണ് ഒരെല്ലു കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഈ പറഞ്ഞ പലിശക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് അവരെക്കുറിച്ച് അറിയുകയുള്ളൂ. എന്തായാലും വീട് എവിടെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോഴേക്കും ഇയാൾ വീട് എന്തായാലും പറഞ്ഞു കൊടുത്തു. അങ്ങനെ വീട് അറിഞ്ഞും കേട്ടും ഇദ്ദേഹം അവരുടെ വീട്ടിലേക്ക് ചെന്നു. മുറ്റത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. ഇറങ്ങി വന്നപ്പോൾ ആരാ, എവിടുന്നാ, എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇന്ന ആളാണ്, ഡ്രൈവറാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്ക് ഇരിക്കാൻ പറഞ്ഞു രേവതി. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു. മകൻ വന്നു, അതുപോലെ തന്നെ ഭാര്യ, പിന്നെ നമ്മുടെ ഇളയ മകള്, ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എന്തിനാണ് വന്നത് എന്നുള്ള, അപ്പോൾ അതുവരെ ഇവർക്ക് ഈ വന്നത് ആരാണെന്ന് അറിയില്ല, രേവതിയോടാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം രേവതി ചോദിച്ചു. അപ്പോൾ ഇത് ആരാ മോളെന്ന് ചോദിച്ചപ്പം ഇദ്ദേഹമാണ് അന്ന് അച്ഛനെ ഇടിച്ച വണ്ടി ഓടിച്ചിരുന്നതെന്ന് പറഞ്ഞ് മകൾ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴേക്കും അവർക്ക് ദേഷ്യം വന്നു. അതായത് പ്രത്യേകിച്ച് ശരത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്ത് ആ സംഭവത്തെപ്പറ്റി ഇദ്ദേഹം ഇവരോട് സംസാരിക്കുകയാണ്. അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണെന്നും അത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് ഇവരോട് ക്ഷമയാചിച്ചുകൊണ്ട് നിങ്ങളോട് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്നെ കഴിയുന്ന രീതിയിലൊരു സഹായം ചെയ്യാമെന്ന് കരുതിയിട്ടാണ് താൻ വന്നതെന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടില്ല. അപ്പോൾ ഈ പൈസ നേരെ വെച്ച് നീട്ടി കഴിഞ്ഞപ്പോഴാണെങ്കിലും രേവതി ഒന്നും മിണ്ടുന്നില്ല. അമ്മയും അനുജത്തിയും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ശരത്ത് കയറി പറഞ്ഞു, അതേ
കുറച്ച് പൈസ തന്ന് നിങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കാമെന്നും വിചാരിക്കേണ്ട. നിങ്ങൾ തന്ന പൈസയ്ക്ക് തീരുന്ന ഒരു നഷ്ടമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ സത്യം എന്താണെന്നുള്ള കാര്യം ശരിക്കും രേവതിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ രേവതിക്ക് ഈ മനുഷ്യനോട് സഹതാപമുണ്ട്. മറിച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റാരും അറിയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ആ മകൾക്ക് ആരോടും ഇത് പറയാനും പറ്റില്ല. അങ്ങനെ ആ മകളും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പൈസ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ നഷ്ടം നികത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരത്ത് പറഞ്ഞു. അപ്പോൾ ശരത്ത് അങ്ങനെ പറയുമ്പോൾ മോനെ അങ്ങനെ പറയരുതെന്നും അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെന്നല്ലേ, ഞങ്ങളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കുടുംബം അനാഥമായില്ലേ, അതിനൊക്കെ ആരാണ് മറുപടി പറയുന്നത്, നിങ്ങൾ തരുന്ന ഈ കാശ് കൊണ്ട് ഞങ്ങളുടെ അച്ഛന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ തുടങ്ങിയ രീതിയിലൊക്കെ ശരത്ത് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും രവീന്ദ്രന് മറുപടിയില്ല. രവീന്ദ്രനെ ആകെ മനസ്സ് വിഷമിച്ചിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, സാറിൻ്റെ ഈ പൈസയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, സാർ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു പരിധി കൂടുതൽ അദ്ദേഹത്തിനെ അവിടെ ഇട്ട് അപമാനിക്കുന്നത് രേവതിക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രേവതി പറഞ്ഞു, സാർ ഇവിടുന്ന് പൊയ്ക്കോ, സാർ കൊണ്ടുവന്ന പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഈ ഉണ്ടായ നഷ്ടം ഞങ്ങളുടേതാണ്, ആ നഷ്ടം ഞങ്ങൾ തന്നെ സഹിച്ചോളാം തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാക്സിമം ഇദ്ദേഹം ഇവരെ നിർബന്ധിച്ചു. പക്ഷെ ഇവർ പൈസ മേടിച്ചില്ല. ആ സമയം അദ്ദേഹം ഇറങ്ങിപ്പോന്നു. അദ്ദേഹം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ കുടുംബം അനാഥമാക്കിയിട്ട് നമ്മുടെ അച്ഛൻ്റെ ജീവൻ എടുത്തിട്ട് നക്കാപ്പിച്ച പൈസയായിട്ട് അയാൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി അനിയനെ ഉപദേശിക്കുക, മോനെ ഒരിക്കലും നീ അങ്ങനെയൊന്നും പറയരുത്, അദ്ദേഹത്തിന് പറ്റിപ്പോയ ഒരു തെറ്റിൻ്റെ പേരിൽ വന്ന ഒരു പശ്ചാത്താപമാണ് ഇപ്പോൾ കണ്ടത്, അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ഒരിത് സാഹചര്യം ഇതാക്കിക്കൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു എന്നൊക്കെ ചോദിച്ച അനിയൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച കരച്ചിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. എന്തായാലും സഹായിക്കാൻ വന്ന രവീന്ദ്രനെ ആട്ടി ഓടിച്ചു എന്ന് തന്നെ പറയാം രേവതിയുടെ കുടുംബം. ശരിക്കും ആ ഒരു രീതിയിലാണ് കഥയുടെ നാളത്തെ വരവ്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.